Thank you, sir. Now it's my honor and privilege to invite our dear chairman, Shri Album Salindaran, who is the motivation, strength and courage of all of us in the academy and a perfect role model for all our students. I request you, sir, to address the gathering. Good morning. Good morning. Good morning. Keralathinte ഏറ്റവും വലിയ hero Rishraj Singh. I'm saying you are the greatest hero of Kerala today. ഒന്ന് കൈയടിക്കുക എല്ലാവരും. കേരളത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള കളക്ടർ, ജില്ലാ കളക്ടർ രാജമാണിക്യം. കേരളത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരിയായ IPS ഉദ്യോഗസ്ഥൻ നിഷാന്തിനി. മലയാള മനോരമയുടെ ജനറൽ മാനേജർ സർക്കുലേഷൻ തോമസ് രവി. അൽഫോൺസ് കണ്ണൻ അക്കാദമിയുടെ മാനേജിംഗ് ഡയറക്ടർ ഷിബു. ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കന്മാരെ ആൻഡ് ഓൾ ദ വെരി വെരി സ്മാർട്ട് യങ് പീപ്പിൾ. നമുക്ക് ചെറുപ്പക്കാർക്ക് വേണ്ടി കഴിയില്ല. ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് വേണോ, മലയാളത്തിൽ വേണോ, ഹിന്ദി വേണോ, വിച്ച് ലാംഗ്വേജ്? മലയാളം. ഓക്കെ. അപ്പൊ ഞാൻ മലയാളം സംസാരിക്കും. അപ്പൊ ഇവർക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷൊക്കെ വേണം സംസാരിക്കും. വളരെ സന്തോഷമുണ്ട് ഈ പരിപാടിയിൽ വരാൻ. ഞാൻ ഡൽഹി താമസക്കാരനാണ്. ഡൽഹിയിൽ എത്തുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി. ഞാൻ 1979 ബാച്ചിൽ IAS-കാരനായിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് തയ്യാറാകുമ്പോൾ എനിക്ക് ആകെ 9 മാസമുള്ളത് പരീക്ഷയ്ക്ക് പഠിക്കാൻ വേണ്ടി. ഞാൻ പഠിച്ചുകൊണ്ട് സാമ്പത്തിക ശാസ്ത്രമാണ്, ഇക്കണോമിക്സ്. അന്ന് ഈ 3 വിഷയങ്ങൾ എടുക്കണമായിരുന്നു, 3 ഓപ്ഷൻസ്. ഇന്നിപ്പോ ആകെ ഒറ്റ ഓപ്ഷൻ എടുത്താൽ മതി, ബാക്കി മുഴുവൻ ജനറൽ നോളജാണ്. അന്ന് 3 ഓപ്ഷൻ എടുത്താൽ ഞാൻ എടുത്തത് ഹിസ്റ്ററി, സോഷ്യോളജി, ഫിലോസഫി. ജീവിതത്തിൽ ഒരിക്കലും പഠിക്കാത്ത 3 വിഷയങ്ങൾ എടുത്തു. ആകെ പഠിക്കാൻ 9 മാസമാണ്. ഞാൻ ഡൽഹിയില് ഒറ്റ മാസം മാത്രമേ എഴുതിയുള്ളൂ. ആൾക്കാർ വലിയ പ്രോഗ്രാം ചെയ്യും, നിങ്ങൾ അതൊന്നും നോക്കണ്ട, എന്റെ പ്രസംഗം മാത്രം കേട്ടാൽ ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഞാൻ ഡൽഹിയിൽ ഒറ്റ സെന്റൻസ് മാത്രമേ എഴുതിയുള്ളൂ, ഞാൻ ഈ പരീക്ഷയിൽ ഒന്നാമനാകുക. അത് ഇച്ചിരി ഒരു കണ്ടതില്ല അല്ലേ? ഇപ്പൊ എത്ര പേര് IAS പരീക്ഷയിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടോ? എനിബഡി? എത്ര പറഞ്ഞു? ബ്ലാക്ക്. എത്ര പേര് IAS പരീക്ഷയിൽ? പ്രിൻസ്. അതിനോട് എത്ര പേര് IAS പരീക്ഷയിൽ മതിയോ? പ്രിലിമിനറി പരീക്ഷ 10,000. അയ്യോ, അതിനോട് ഒരു 0 കൂടി ചേർത്താലും ആവുന്നില്ല. No, it's much more, many times more. No, not 2 lakhs. How much? 500,000. Yeah, more or less. Yes. 5 വർഷം പറഞ്ഞു. ഞാൻ കേട്ടത് കഴിഞ്ഞ വർഷം. Yes, give her a hand. That's nice. ഇതാണ് പറഞ്ഞ ധൈര്യം, ഇതൊക്കെയാണ് പറഞ്ഞ സ്മാർട്ട്നെസ് പറയുന്നത്. ചോദ്യം ചോദിച്ചാൽ അപ്പോഴേ കൈമുക്കാൻ എഴുന്നേൽപ്പിക്കാനുള്ള ധൈര്യം. അത് തെറ്റാണോ ശരിയാണോ അതൊന്നുമല്ല കാര്യം. ഇന്നത് തെറ്റും ശരിയൊന്നുമില്ല അല്ലെ? വെരി സ്മാർട്ട് ഓഫ് യു. ഏകദേശം കഴിഞ്ഞ വർഷം 7 ലക്ഷം പേര് IAS പരീക്ഷ പ്രതിനിധി പരീക്ഷയ്ക്ക് അപേക്ഷിച്ചു. എത്ര പേർക്ക് IAS കിട്ടുന്നറിയോ? ഈ വർഷം എത്ര പേർക്ക് കിട്ടി? സാധാരണ IAS കിട്ടുന്നത് ഏകദേശം 100 പേർക്കായിരുന്നു, ചിലപ്പോൾ കുറച്ചായിരുന്നു. ഈ വർഷം അതിപ്പോൾ 160 രൂപ, ഏതാണ്ട് 160 പേർക്ക് IAS കിട്ടി. ഏതാണ്ട് 150 പേർക്ക് IPS കിട്ടി. പിന്നെ സെൻട്രൽ സർവീസസും എല്ലാ സർവീസും കൂടെ ഏതാണ്ട് 950,000 പേർക്ക് കിട്ടി. ഈ 7 ലക്ഷം പേര് അപേക്ഷിക്കുന്നില്ല. പക്ഷെ എന്റെ ഡൽഹിയിൽ ഞാനും പരീക്ഷ ഒന്നാമനാണ് പോകുന്നത്. പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അത്ഭുതമായി. ഞാൻ എഴുതിയ 3 വിഷയത്തിലും ഞാൻ ഒന്നാമനായിരുന്നു. ഞാനത് നീളംകൂടിയുള്ള ഏകദേശം എന്റെ തോളിന്റെ താഴെ വരെയുള്ള നീളംകൂടിയുള്ള ഒരു കൗബോയ് ടൈപ്പ് ഞാൻ മസൂരി അക്കാദമി ചെന്നു. ഡെറാഡൂണിൽ 33 കിലോമീറ്റർ കയറി ഒരു വനത്തിന് നടുക്കാണ് IAS അക്കാദമി. ഞാനൊരു കൗബോയ് തൊപ്പി, ഈ നീളംകൂടി വലിയ പെൺകുട്ടികളെക്കാളൊക്കെ മിക്കവാറും കൂടി നീളമുണ്ടായിരുന്നു. ഒരു കൗബോയ് ബൂട്ട്സൊക്കെ ഇട്ട് ഞാൻ മസൂരി അക്കാദമി ചെന്ന് 10 ദിവസം താമസിച്ചായിരുന്നു. കോഫി ബ്രേക്കിന് സമയം കയറി ചെല്ലുമ്പോൾ
അവിടെ ചെല്ലുമ്പോൾ 100 പേര് കറുത്ത കൈയും കറുത്ത സൂട്ടും കറുത്ത ഷൂസും കറുത്ത സോക്സും ഇട്ട് അതിമനോഹരമായ ഡ്രസ്സ് ഇവരുടെ ഡൽഹിയിലേക്ക് ഈ കൗബോയ് ഡ്രസ്സ് കയറിയിരുന്നപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. ഇതാ വനത്തിയിലത് വഴിമുറകൾ പറയുന്നത്. ഞാൻ പോയി ഭയപ്പെടേണ്ട. ഞാൻ ലൈബ്രറിയിൽ പോയി ഒരു ബാർബറെ കണ്ട് ഞാൻ പറഞ്ഞു എന്നെ മുടിയൊന്ന് വെട്ടു. അദ്ദേഹം നിങ്ങളെ കണ്ടവർ മദ്രാസിയാണ്. നമ്മൾ ഈ കറുത്ത തൊലിയോടെ നമ്മളെല്ലാം അവരോട് ചെയ്യുന്ന സാധനം മദ്രാസിനായിരുന്നു. സാധാരണ മദ്രാസിൽ ഇവിടെ വരുന്നത് IAS അക്കാഡമിയിലാണ്. പക്ഷെ നിങ്ങളെ കണ്ടവർ IASകാരുടെ യാതൊരു ഛായയില്ല. നീളം മുടി, കൗബോയ് ബൂട്ട്സ്. ഞാൻ പറഞ്ഞു എന്റെ പേര് പത്രത്തിലുണ്ടായിരുന്നു, ക്ഷമിക്കണം, എനിക്ക് എങ്ങനെയൊരു IASകാരന് ഛായ ഉണ്ടാക്കി തരുമോ എന്ന് ഞാൻ ചോദിച്ചു. ആൾ ഏറ്റവും വലിയ കൂടുതലെടുത്ത് എന്നെ ഈ പരുവത്തിലാക്കി. ഈ കഷ്ടിയൊന്നും ആക്കിയില്ല കേട്ടോ, അതൊക്കെ എന്റെ ഭാര്യ ചെയ്ത പരിപാടികളാണ്. ദിവസവും ഓരോ മുടി വെച്ചിട്ട് വരും. ഞാൻ മസൂരി അക്കാഡമിയിൽ പോയി. ഞാൻ കറുത്ത സൂട്ടിട്ടു, കറുത്ത കൈയിട്ടു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഞാനൊരു വ്യത്യസ്തനായ IAS ഉദ്യോഗസ്ഥനായിരിക്കും. ദൈവം തന്നിരിക്കുന്ന നട്ടല് അവിടെ ഉണ്ടായിരിക്കും. ഞാനത് തീരുമാനിച്ചു. I decided that the backbone which God gave me, I will keep it. Unfortunately, നമ്മുടെ രാജ്യത്തെ മിക്കവാറും IAS ഉദ്യോഗസ്ഥന്മാർക്കും IPS ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ലാത്ത ഒരു സാധനം ഏതാ? എന്നാ മക്കളെ? എന്താ? നട്ടല്. മന്ത്രിമാരുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് തൊഴിൽ മേടിക്കാൻ തയ്യാറാകുന്ന IAS ഉദ്യോഗസ്ഥന്മാരും IPS ഉദ്യോഗസ്ഥന്മാരുമാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയക്കാരാണ്. ഇവരാണ് ഈ രാജ്യത്തെ നശിപ്പിച്ചിരിക്കുന്നത്. അതിന് വ്യത്യസ്തമായ നട്ടലോടുകൂടി ഞാൻ എഴുന്നേറ്റിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ 27 വർഷം IASകാരനായിരുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നെ വിളിച്ചിട്ടില്ല. നോ പൊളിറ്റീഷ്യൻ ഹസ് കോൾഡ് മീ. ഞാൻ തീരുമാനിച്ചു ഞാൻ അവിടെ IASകാരനായിരിക്കുന്നത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ശബ്ദമാകാൻ വേണ്ടിയാണ്. IAS officer to make a difference to the country, to the people. ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെ കാഴ്ചപ്പാട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള പണി, ജോലി ഈ സിവിൽ സർവീസ്, IAS, IPS, കസ്റ്റംസ്, ഇൻകം ടാക്സ്. ഇതാ കൂടി ഇരിക്കുന്ന 3 പേരെ ഞാനോ അതിന് ഭാഗമായിരുന്നു. ഇറ്റ്സ് എ മോസ്റ്റ് പവർഫുൾ ജോബ്. ഈ പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചുമതലയിട്ടും വണ്ടിയുടെ മുകളിൽ ചുമതലയിട്ടും പോലീസുകാരെ സലൂട്ടും അതാണോ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചാൽ അല്ല. ജനങ്ങളുടെ മനസ്സിലേക്ക് മുഖത്തൊരു ചിരി കൊണ്ടിരിക, സന്തോഷം കൊണ്ടിരിക, ദാറ്റ് ഈസ് ഹാപ്പിനെസ്. ആണോ? ആണോ മക്കളെ? യെസ്. അതാണ് അധികാരം. ദാറ്റ് ഈസ് ദ പവർ ടു ബ്രിങ് എ സ്മൈൽ ഓൺ ദ ഫേസസ് ഓഫ് പീപ്പിൾ. അതാണ് അധികാരം കാണിച്ച ആൾക്കാരെ കേൾപ്പിക്കുന്നത്. ഐ ഡിസൈഡ്. ഞാൻ ഡൽഹിയിൽ കമ്മീഷണറായി. ഞാൻ കോടതി കളക്ടറായിരുന്നു. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് 88 മുതൽ 91 വരെ. ഞങ്ങൾ തീരുമാനിച്ചു ആ ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ജില്ലയാക്കി മാറ്റുമ്പോൾ തീരുമാനിച്ചു. ഞങ്ങൾ നന്ദി മലയാള മനോരമയൊക്കെ ഞങ്ങളുടെ ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ സാക്ഷര നഗരമാക്കി കോട്ടയത്തെ മാറ്റിയപ്പോൾ 89 മാറ്റിയപ്പോൾ 100% ലിറ്ററേറ്റ്. അത് ഏറ്റവും മുൻപന്തിയിൽ ഞങ്ങൾ സഹകരിച്ച് പത്രം മലയാള മനോരമയാണ്. അതെനിക്ക് മാതൃകയായി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എഴുതി, ദിസ് വിൽ ബി ദ റോൾ മോഡൽ. കോട്ടയം എക്സ്പെരിമെന്റ് will be used all over the country to make the rest of the country literate, happy. കോട്ടയത്തിന്റെ ആരോഗ്യനിലയുടെ സൂചിക അമേരിക്കയെക്കാളും മെച്ചമായി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. We did it. കളക്ടറാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ കളക്ടർ ഈസ് ഓൺലി ആൻ ഇൻസ്ട്രുമെന്റ്. ഇറ്റ്സ് പീപ്പിൾ ഹു ഡു ഇറ്റ്. മനുഷ്യർ ചെയ്തു. കളക്ടർ ഈസ് എ മോട്ടിവേറ്റ്. അത് ഡൽഹി കമ്മീഷണറായിട്ട് ചെയ്തു. എല്ലാവരും പറഞ്ഞിരിക്കുക ഞാൻ ആദ്യത്തെ സൗകര്യങ്ങളുള്ള കമ്മീഷണറായിരുന്നു. എല്ലാവരും ഇതാവുന്നിരിക്കുന്ന ഒരു മദ്രാസി. ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമില്ല, ഇയാൾക്ക് ഭാഷയിലില്ല, ഇയാൾ ക്രിസ്ത്യാനിയാണ്. ഹീ കാണുന്നത്. ഞാനത് തീരുമാനിച്ചു നോക്കട്ടെ. 5 വർഷം കൊണ്ട് ഞാനും എന്റെ കീഴിലുള്ള 36,000 തൊഴിലാളികളുമുണ്ട്. ഞങ്ങള് 14,310 കൊട്ടാരങ്ങൾ ഇടിച്ചു പൊളിച്ചു. 40,300. രസമായിരുന്നു. 2 നോക്കുമ്പോഴാണ് ഒരെണ്ണം ആരെയും ഒരെണ്ണം എന്റെ ഫ്രൂട്ട്സിനാണെങ്കിലും. ഭാര്യ ഷോപ്പിങ്ങിന് പോകുന്ന പോലീസ് പ്രൊട്ടക്ഷന്, പിള്ളേർ സ്കൂളിൽ പോകുന്ന പോലീസ് പ്രൊട്ടക്ഷന്. എന്നിട്ട് ഭാര്യയ്ക്ക് അടി കിട്ടി. അടികൊണ്ട് ഭാര്യ മരിച്ചു പറഞ്ഞ റോഡിലിട്ടിട്ട് പോയി രക്തക്കണക്കില്. ലക്കിനെ ഒരു പോലീസ് വണ്ടി വന്ന് ഭാര്യ എടുത്തുകൊണ്ട് പോയി ജീവിച്ചിരിക്കുന്നു. തലയിൽ കൂടി ബുദ്ധിക്കെട്ടുണ്ട്. പക്ഷെ അടികൊണ്ട് കഴിഞ്ഞ് ഭാര്യ വലിയ സോഷ്യൽ വർക്കറായി. അതുവരെ എയർ കണ്ടീഷൻ മുറിയിരുന്ന ഭാര്യ അത് കഴിഞ്ഞിട്ട് വലിയ സോഷ്യൽ വർക്കറായി.
ഈസ് സോഷ്യൽ വർക്കർ. ചിലർക്ക് ഒരു ഷോക്ക് കിട്ടണം, മരങ്ങളാണ് അല്ലേ? അതുകൊണ്ട് ഇതിരിക്കുന്ന ആളുകളൊക്കെ പോയി വീട്ടിൽ ചെന്നിട്ട് ഭാര്യയെ കുത്തിരാണ്ട് കീച്ചു കൊടുക്കുക. അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു, ഒരടി കിട്ടിയാലേ ഷോക്ക് കിട്ടിയാലേ നിങ്ങൾക്കൊക്കെ ഒരു വിവരം വരണമെന്ന് പറഞ്ഞിട്ട് പോയി. അതിൻ്റെയൊന്നും ആവശ്യമില്ല. 1994 ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മാസികയല്ല വിച്ച് ദ മോസ്റ്റ് ഫേമസ് മാഗസിൻ ഇൻ ദ വേൾഡ്. തോമസ് റെഡ്ഡി പറഞ്ഞായിരിക്കും ദ വീക്കും മറ്റേയാണെന്നൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടോ. ഏതാ വിച്ച് ദ മോസ്റ്റ് ഫേമസ് മാഗസിൻ ഇൻ ദ വേൾഡ്? ആരാ പറഞ്ഞ? ആരാ പറഞ്ഞ? കൊച്ചിനെ ലോകത്തിലെ 100 നേതാക്കന്മാരുടെ ലിസ്റ്റ് ഞാൻ ഗ്ലോബൽ ലീഡേഴ്സിന്റെ ലിസ്റ്റ് ഇറക്കിയപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, ആ ലിസ്റ്റിനകത്ത് 2 ഇന്ത്യക്കാരുണ്ടായിരുന്നു. ആ ലിസ്റ്റിനകത്ത് ഞാനും ആ ലിസ്റ്റിനകത്ത് വന്നു. അതിലൊന്നും അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞു വന്നല്ല. ഞാനിപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കുക. അപ്പഴമാത്രം പറയുന്നത് കാരണം ഇതിലൊരു വായിച്ചിട്ടുള്ള കാര്യമാണ്. സ്റ്റുഡൻസ്, ഞാൻ IAS എഴുത്ത് പരീക്ഷയിൽ ടോപ്പറാകുന്നു. ടൈം മാസികയില ലോകത്തിലെ 100 നേതാക്കന്മാരുടെ ലിസ്റ്റിൽ വരുന്നു. എനിക്ക് SSLCക്ക് എത്ര മാർക്ക് കിട്ടുന്ന ആൾക്കാരും പറയാമോ? അപ്പഴമാത്രം പറയരുത്. ഓക്കെ സ്റ്റുഡൻസ്, എത്ര? എനിക്ക് കിട്ടിയത് പ്രിയപ്പെട്ടവരെ, എനിക്ക് കിട്ടിയത് 210 മാർക്കാണ്, 42%. ഞാൻ പഠിച്ചത് വൈദ്യുതിയില്ലാത്ത ഒരു ഗ്രാമത്തില്. ഞങ്ങളുടെ ഗ്രാമത്തിൽ വൈദ്യുതിയില്ലായിരുന്നു. ഞാൻ പഠിച്ച മണ്ണടവളത്തിന് കീഴില്. എന്റെ അപ്പൻ സ്കൂൾ അധ്യാപകനായിരുന്നു. എന്റെ അപ്പനും അമ്മയ്ക്ക് 9 കുട്ടികളുണ്ടായിരുന്നു. അവിടെ അവസാനിച്ചില്ല. എന്റെ അപ്പന്റെ കുടുംബത്തിൽ ഇച്ചിരി ഒരു കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചാൽ മതി. എന്റെ അപ്പനും അമ്മയും അനാഥാലയത്തിൽ പോയി 2 പിള്ളേരെ ദത്തെടുത്തു. 9 പിള്ളേരുണ്ടായിരുന്നു എന്റെ അപ്പനും അമ്മയും. ഓർഫനേജിൽ പോയി 2 പിള്ളേരെ ദത്തെടുത്ത് ഞങ്ങൾ 11 പിള്ളേരെ. ഇച്ചിരി വട്ടല്ല മക്കളെ, രസമുണ്ടോ? ഞങ്ങളുടെ കുട്ടിക്കാരൊക്കെ എന്ത് സന്തോഷകരമാണ്. ഇപ്പൊ 2 പിള്ളേരുണ്ടെങ്കിൽ 2 പിള്ളേരെ എങ്ങനെ നോക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് ഞാൻ പരീക്ഷ എഴുതാൻ ഹെഡ്മാസ്റ്റർ പറഞ്ഞു അപ്പനെ വിളിച്ചോടിയല്ല. അവരെ വിളിച്ചോടി എന്നപ്പോ ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഇവൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ മണ്ടനാണ്, പരീക്ഷയിൽ ജയിക്കുകയല്ല. 1 വർഷം കൂടെ പഠിച്ചിട്ട് അടുത്ത വർഷം പരീക്ഷ എഴുതാം. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കാരണം എന്റെ ക്ലാസ് പെൺകുട്ടികളൊക്കെ ഉണ്ട്. ജൂനിയർ പെൺകുട്ടികളോട് ഇന്ന് പഠിക്കുള്ളൂ. ആലോചിക്കല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല. ഏതായാലും ഞാൻ എന്റെ അപേക്ഷാപൂർവ്വം ഡിഗ്രി കയറ്റി ഞാൻ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചു. എനിക്ക് 42% കിട്ടി. എന്റെ വീട്ടിൽ വലിയ പാർട്ടിയാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ 98% കിട്ടിയ ചേച്ചി ചോദിക്കേ, എടി എവിടെ പോയി 2 മാർക്കൊന്നും ചോദിക്കേ ചേച്ചി? ചോദിക്കല്ലേ? ഇല്ലേ? എവിടെ ചോദിക്കല്ലേ? ചോദിക്കും. എന്റെ വീട്ടിൽ വലിയ പാർട്ടിയാണ്, 40% കിട്ടി. കാരണം തോക്കുമെന്ന് എഴുതി വെച്ചിട്ടും ഞാനെന്നാ ജയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മണിമലയാറ്റന്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് ചോദ്യം ചോദിച്ചു, എന്റെ ജീവിതത്തിലെ വഴിത്തിരിക. ആ ചോദ്യം എന്താണെന്നറിയോ? എന്തിനാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്? വൈ ആം ഐ ബോൺ എന്നൊരു ചോദ്യം ഞാൻ എന്നോട് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ച് എത്ര പേരുണ്ട്? ഒന്ന് കൈവയ്ക്കുക. എന്തിനാണ് ഞാൻ ജനിച്ചിരിക്കുന്നതെന്ന് ചോദ്യം ചോദിച്ച് എത്ര പേരുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 10, 11. ഈ ചോദ്യമാണ് എന്നെ ഞാൻ ആക്കിയിരിക്കുന്നത്. ആ ചോദ്യം ചോദിച്ചു കുറെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ മറുപടി എന്താണെന്നറിയോ? ലിസൺ വെരി കെയർഫുള്ളി. ഞാൻ ജനിച്ചിരിക്കുന്നത് ലോകത്തിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ് എന്ന മറുപടി. ഈ മണ്ടനായ ഞാൻ 42% കിട്ടി. ഞാൻ ഒരു വാക്കോ ഇംഗ്ലീഷ് അറിയാത്ത ഞാൻ പറയുന്നു, ഞാൻ ജനിച്ചിരിക്കുന്നത് ലോകത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയാണ്. മൈ ഡിയർ ചിൽഡ്രൻ, I decided that I will change the world in my life. I, who was an idiot, who was a dumb kid, who got 42%, I said I will change the world. I decided I'm intelligent. എന്റെ അപ്പന്മാരെ തീരുമാനിക്കുന്നത്, എന്റെ ടീച്ചേഴ്സ് അല്ല തീരുമാനിക്കുന്നത്, ഞാനെന്ന് തീരുമാനിച്ചു. എനിക്ക് ബുദ്ധിയുണ്ടെന്ന് എന്നാ സംഭവിച്ചറിയോ? കോളേജിൽ പോയി എല്ലാ ക്ലാസ്സിലും ഞാൻ ടോപ്പറായി. ഞാൻ തീരുമാനിച്ചു എനിക്ക് കഴിവുണ്ടെന്ന്. ദൈവം കുറെ ആൾക്കാരെ ഈ കലാപ്രതിഫലമായിട്ട് ആകാശത്തുനിന്ന് സ്വർഗത്തിന് സൃഷ്ടിച്ച് വിട്ടുകൊണ്ടിരിക്കുകയല്ല. എനിക്ക് കഴിവുണ്ടെന്ന് എനിക്ക് തീരുമാനിച്ചു. കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് എല്ലാവരും സമ്മാനം കിട്ടി. ഡിക്ഷണറി എടുത്ത് എല്ലാ ദിവസവും 25 പേജുകൾ പഠിച്ചു. കണ്ണാടിയിൽ നിന്ന് കൊഞ്ചനം കാണിച്ചു. കാരണം ഞാൻ തീരുമാനിച്ചു ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. If I speak the English language, I will speak a kind of language which can be understood globally. കണ്ണാടിയിൽ മുമ്പ് 1 മണിക്കൂർ കൊഞ്ചനം കാണിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ ചെയ്യും. കണ്ണാടിയിൽ മുമ്പ് ഒരു ദിവസം എല്ലാ ദിവസവും 1 വാക്കെങ്കിലും ഞാൻ പഠിക്കുമായിരുന്നു. കുറെ ഇംഗ്ലീഷ് പഠിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കൊരു പ്രസംഗികനാണോ ഇംഗ്ലീഷ്.
മുറി അടച്ചു കൂട്ടി ഞാൻ കുട്ടിയോട് സംസാരിച്ചു. നിങ്ങളുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ചേട്ടാ സംഭവിക്കുന്ന ചേട്ടാ, മക്കളെ നേരെ മൂളമാറുന്നു അല്ലേ? മകൻ ആ ഭിത്തിയോട് സംസാരിക്കുന്നു, എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എനിക്കത് നടന്നില്ല. 6 മാസം കഴിഞ്ഞ് ഞാൻ പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറി വന്നപ്പോൾ ഇങ്ങനെ വലിയൊരു ഓഡിറ്റോറിയത്തിലായിരുന്നു. പിള്ളേർ പോവാൻ തുടങ്ങി. ഞാൻ നിർത്തിയില്ല. അത് കഴിഞ്ഞ് കടലാസം എഴുതിപ്പിക്കാൻ നിർത്തിയില്ല. പിന്നെ പുസ്തകം എഴുതിപ്പിക്കാൻ നിർത്തിയില്ല. അവസാനം എന്താ സംഭവിച്ചറിയോ? ഷൂസ് കൊണ്ട് എഴുതി. ഞാൻ പ്രസംഗം നിർത്തിയപ്പോൾ 250 ഷൂസ് ഉണ്ടായിരുന്നു സ്റ്റേജിൽ. ഞാൻ കാഞ്ഞപ്പള്ളിക്കാരൻ അച്ചായനാണ്. ഞാൻ ശരിക്കും കാഞ്ഞപ്പള്ളിക്കാരൻ അച്ചായന മകനായിരുന്നു. ഞാൻ സൂപ്പർ തുടങ്ങിയത്. ഞാൻ തുടങ്ങിയില്ല. ഞാൻ തീരുമാനിച്ചു അതിന്റെ എനിക്ക് പ്രസംഗനായേ പറ്റുള്ളൂ. തിരിച്ചു മുറിയിൽ പോയി പിന്നെ കുട്ടിയോട് സംസാരിച്ചു. 3 മാസം കഴിഞ്ഞ് തിരിച്ചു പ്രസംഗിക്കാൻ കയറി വന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം അറിയോ? ഏറെ കിട്ടിയില്ല എന്നുള്ള സംശയം. സംഭവം നടന്നു. അത്ഭുതം. കുറേ നാളൊക്കെ പ്രസംഗിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ കൊച്ചു സമാനമായി എന്നിട്ട് വലുതായി വന്നു. അവസാനം സംഭവിച്ചതാണല്ലോ, ഓൾ ഇന്ത്യ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി പ്രസംഗ മത്സരത്തില് എനിക്ക് 3 വർഷം ഞാൻ ഒന്നാമനായിരുന്നു. 3 years. അപ്പൊ മക്കളെ, ഞാൻ അത് ജീവിതത്തില്ല. പേരൻസ്, ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ്, ഈ ഇരിക്കുന്ന കുട്ടികളൊക്കെ ജനിച്ചിരിക്കുന്നത് ആവശ്യത്തെ കൂടുതൽ ബുദ്ധിയോടുകൂടിയാണ്. They are all extremely intelligent. ദൈവം മണ്ണന്മാരെ സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ മക്കളെ? ഉണ്ടോ? നോ. ദൈവം എല്ലാവർക്കും ആവശ്യത്തോട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതാരാ ഉപയോഗിക്കേണ്ടത്? ആരാ തീരുമാനിക്കേണ്ടത്? You have to decide. You have the talent. You have the intelligence. ഞാനത് തീരുമാനിച്ചു. അതുകൊണ്ട് എനിക്ക് ധൈര്യമുണ്ടായി. ഞാനത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുമെന്ന്. പരീക്ഷ ജയിക്കുമെന്നല്ല, ടോപ്പറാകും. ഞാൻ അതിനകത്ത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരാകുകയാണെങ്കിലേ പഠിക്കാൻ അവസരം ഉണ്ടാക്കിയതാരാ? ഈ അൽഫോൺസാണെന്നാണ്. 2001 ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നപ്പോൾ കണ്ടതാ. കേരളത്തിലാണ് 300 സീറ്റുണ്ട് മെഡിക്കൽ കോളേജില്, 3000 സീറ്റുണ്ട് എഞ്ചിനീയറിംഗ് കോളേജില്, നഴ്സിംഗ് കോളേജ് ആകെ 500 സീറ്റുണ്ട്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി നമ്മുടെ 2 ലക്ഷം പിള്ളേരാ പുറത്തു പോയി പഠിക്കുന്നു, നമ്മുടെ പിള്ളേരോട് പഠിക്കണ്ടേ? മന്ത്രി പറഞ്ഞു, ജിജോ സാർ റെസ്പോൺസ് പറയുന്നത് എല്ലാം ശരിയാണ്, പക്ഷേ ഇവിടെ LDF-കാരും UDF-കാരും ഒറ്റ കാര്യത്തിൽ യോജിപ്പുണ്ടെങ്കിൽ അതിലാണ് സ്വാശ്രയ കോളേജുകൾ ഇവിടെ പറ്റൂല. ഐസക് മന്ത്രി അത് പറ്റൂല, ഇവിടെ നമ്മുടെ പിള്ളേർ പഠിക്കണം. അഡ്വാൻസ് സൊല്യൂഷൻ ഞാൻ മന്ത്രി വളരെ ലളിതമായ സൊല്യൂഷൻ ഇതാണ്. പല മന്ത്രി പല കാണണ്ട, ഞാൻ ഉൾപ്പെട്ട് ഞാൻ അനുവാദം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, 2001 എന്റെ ആ ഒരു വിശാലമായ വട്ടുള്ള ഈ മനുഷ്യന്റെ ഒപ്പുകൊണ്ട് കേരളത്തിൽ 2 ലക്ഷം സീറ്റായി മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും നഴ്സിംഗ് കോളേജിലും നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെഡിസിൻ പഠിക്കാൻ പോകുന്നെങ്കിൽ, എന്തെങ്കിലും പഠിക്കാൻ പോകുന്നെങ്കിൽ അതെന്റെ ഒരു ഒറ്റ മനുഷ്യന്റെ വട്ടുകൊണ്ടാണ്. യു ക്യാൻ ചേഞ്ച് ഇന്ത്യ. ഇതായിരിക്കും കുറെ വട്ടുള്ള മനുഷ്യർ. രാജസ്ഥാനിൽ വന്ന് ഈ കൊമ്പം വീശക്കാർ കേരളത്തിൽ 10 വർഷമായി ട്രാൻസ്പോർട്ട് കമ്മീഷന്മാരുണ്ടോ ഇല്ലയോ? ഇതാണ് ഈ മനുഷ്യൻ തീരുമാനിച്ചു. പുതിയ നിയമങ്ങളൊന്നും വേണ്ട, ഉള്ള പ്രസ്ഥാനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വിപ്ലവം സൃഷ്ടിക്കണമെന്ന് തീരുമാനിച്ച് ഈ മനുഷ്യരെ ഇറങ്ങി തിരിച്ചുക. നിങ്ങളുടെയൊക്കെ ജീവനും റോഡും സുരക്ഷിതമാക്കി ആക്കിയല്ലോ. എന്തോ ഇന്ന് മമ്മൂട്ടി മോഹൻലാൽ ഒന്നുമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹീറോ. ആരാ ഏറ്റവും വലിയ ഹീറോ? മാറ്റങ്ങൾ വരുത്തുന്ന പറയുന്നത് ഓൾ ഇന്ത്യ സർവീസിൽ കയറണം. IAS, IPS ഈ സർവീസുകൾ നിങ്ങൾക്ക് ലോകത്തെ മാറ്റാം. യു ക്യാൻ ചേഞ്ച് ദ വേൾഡ് ഇഫ് യു വാണ്ട് ടു. വേണം നോക്കണം. അതിനകത്ത് നട്ടലുള്ളവർ മാത്രമേ ഈ സർവീസിൽ കയറാവുള്ളൂ കേട്ടോ. ഈ മന്ത്രിയുടെ പറയുന്നതനുസരിച്ച് മന്ത്രിയുടെ അടുക്കള വൃത്തിയാക്കാൻ വേണ്ടിയാണ് IAS, IPS കയറുന്നത്. പ്ലീസ് ഡോണ്ട് കം ഇൻടു ദി സർവീസ്. ഇത് തന്നെ രാജമാണിക്യം. അതായത് പ്രേരിക്കാൻ തുടങ്ങിയ കേട്ടോ. കേരളത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് കളക്ടർ ഇന്ത്യ മലയാളങ്ങളോട് തുറന്നു കളക്ടറുടെ സൈക്കിളിലേക്ക് കാരണം ഉദാഹരണം കണ്ടോ? അതിന്റെ സമയം കിട്ടി കാണില്ല. സ്മാർട്ട് കളക്ടറായിരിക്കണം. ഒരു കളക്ടർ വിചാരിച്ചാൽ വിപ്ലവങ്ങൾ ഇന്ത്യയിൽ നടത്താം. പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഒന്നും തീരുമാനിക്കണ്ട, ഒരു കളക്ടർ തീരുമാനിച്ചാൽ മതി. ഈ കളക്ടർ തീരുമാനിച്ചു. അദ്ദേഹം മലയാളമൊന്നുമല്ല, അദ്ദേഹം തീരുമാനിച്ചു എറണാകുളത്തേക്കുള്ള സ്ഥലമാക്കി മാറ്റും. ജനങ്ങളുടെ കൂടെ ആയിരിക്കും അദ്ദേഹം തീരുമാനിച്ചു. He's doing wonderful things in Annapurna. Yes or no? Isn't it? Yes or no? So give him a hand. ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ പോവുക.
the team. I think it's a great thing to have a husband and wife team working in the same place, isn't it? ചെറുപ്പക്കാരിയായി മിടുമിടുക്കിയായ IPS പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്താഗതികൾ മാറ്റണം, അപ്രമമായ ചിന്താഗതികൾ മാറ്റണം. കേരളത്തിൽ അടിസ്ഥാനപരമായ ചിന്താഗതികൾ മാറ്റണം. നിങ്ങളുടെ ചിന്താഗതി എന്താ? ഇവിടെ ആർക്കും ഒരു ദുഃഖം ചെയ്യാൻ പറ്റിയല്ല. ആ ചിന്താഗതി മാറ്റണം. ഇവിടെ വേണമെന്ന് വെച്ചാൽ മാറ്റങ്ങൾ വരുത്താമെന്ന് ഋഷിരാജ് സിംഗും രാജമാണിക്യവും നിശാന്തിയും ഒക്കെ തെളിയിച്ചു. ഞാൻ കളക്ടറായിരിക്കുമ്പോഴും ഞാൻ കമ്മീഷണറായിരിക്കുമ്പോഴും അതുകഴിഞ്ഞ് IAS രാജിവെച്ച് കാഞ്ഞിരപ്പള്ളി MLA ആയിരിക്കുമ്പോഴും ഞങ്ങൾ കാണിച്ചു കൊടുത്തു. വേണമെന്ന് വെച്ചാൽ കേരളത്തിൽ ഏത് മാറ്റങ്ങൾ വേണമെങ്കിലും നടത്താമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. We can change the world. Yes or no? Yes, we can. പ്രിയപ്പെട്ടവരെ, ചിന്താഗതി മാറ്റം വരണം. അമേരിക്കയിലെ 43-ാമത്തെ വയസ്സിൽ പ്രസിഡന്റ് കെനഡി പ്രസിഡന്റ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയിൽ ഒരു കത്തോലിക്കൻ പ്രസിഡന്റ് ആവുന്നത് കാരണം അത് മജോറിറ്റി പ്രോട്ടസ്റ്റന്റ് കൺട്രിയാണ്. എല്ലാവരും ചോദിച്ചു, താങ്കൾ എന്നെ പ്രസിഡന്റായി ചോദിച്ചപ്പോൾ അതിന്റെ ഉത്തരവിധമായിരുന്നു, എന്നെ പ്രസിഡന്റ് ആക്കിയത് എന്റെ വീട്ടിലെ ഊണുമേശയുടെ ചുറ്റുമുള്ള സംസാരങ്ങളാണ്, ചർച്ചകളാണ്. അമേരിക്കൻ പ്രസിഡന്റ് കെനഡിയുടെ കുടുംബത്തിൽ 12 പിള്ളേരായിരുന്നു. അവിടെ നിയമമുണ്ടായിരുന്നു, വൈകുന്നേരം 7 മണിക്ക് ഡിന്നർ മിനിമം 1 മണിക്കൂർ. ആ ഡിന്നർ സമയത്ത് എല്ലാ പിള്ളേരും ടേബിളിൽ കാണണം. ആ ഡിന്നർ സമയത്ത് സംസാരിക്കുന്നത് അമേരിക്കയിലെയും ആഗോള പ്രശ്നങ്ങളുമാണ്. സ്കൂളിലെ പ്രശ്നങ്ങളല്ല, ട്യൂഷന്റെ പ്രശ്നങ്ങളല്ല, ആഗോള പ്രശ്നങ്ങൾ സംസാരിക്കും. അദ്ദേഹം പറഞ്ഞു, ഇതാണ് എന്നെ പ്രസിഡന്റ് ആക്കിയത്. നിങ്ങളുടെ വീട്ടിലൊക്കെ എന്താ രാവിലെ നല്ല സ്വപ്നങ്ങൾ കാണാനുള്ള 4 മണിക്കോ 5 മണിക്കോ ഇതാ എഴുന്നേൽപ്പിച്ച് ട്യൂഷന് വിടുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ക്രൂരതയല്ലേ? ചെറുപ്പക്കാരുടെ കാട്ടിൽ ക്രൂരത, ഏറ്റവും വലിയ ക്രൂരത. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സമയമുണ്ടോ? എവിടെയെങ്കിലും സമയമുണ്ടോ? നിങ്ങളുടെ സ്വപ്നമുണ്ടോ? അപ്രമാരം തീരുമാനിക്കരുത്. എന്റെ കുട്ടി ഇതാകണം. സോറി, ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്ന ആ സ്വപ്നം കാണാൻ വേണ്ടിയാ. ആരെയാ? ഉറക്കെ പറയാനേ, അടിയിട്ട് വിളിക്കുന്നു കേട്ടോ. Your own dreams, my dear children, dream your own dreams, not your parents. ആ സ്വപ്നം കണ്ടതിനെ ചേസ് ചെയ്യണം. Yes, I want to change the world, I can do it. അപ്രമാരെ, നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടികളെ മണ്ടി, നിന്റെ അയൽപക്കത്തെ കുട്ടികളെ പഠിക്കണ്ടേ? കണ്ടില്ല, കുട്ടി എത്ര സ്മാർട്ടാണെന്ന്. സോറി, നിന്റെ അയൽപക്കത്തെ കുട്ടിയെ കണ്ട് പഠിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് നോക്കി പഠിക്കണം. Yes or no?
IKEA ഫർണിച്ചറിന്റെ ഓണറായിരുന്നു. അദ്ദേഹത്തിന്റെ പണി എന്താണെന്നറിയോ? മരപ്പണിക്കാരനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാണ് ഈ IKEA ഫർണിച്ചറിന്റെ ഓണർ. അപ്പൊ ഞങ്ങൾ മാർക്കറ്റിൽ പോയി കൊച്ചി ക്യാൻവാസ് മേടിച്ചു. വലുപ്പം കൂടി വന്നു. കൃത്യം 3 വർഷം കഴിഞ്ഞപ്പോൾ 14ാമത്തെ വയസ്സിൽ ആദർശ് അൽഫോൺസിന്റെ, നിങ്ങൾ ഗൂഗിളിൽ നോക്കണം, ഞാൻ പറയുന്നൊക്കെ പുളുവാന്ന് അറിയില്ലേ, ആദർശ് അൽഫോൺസിന്റെ ആദ്യത്തെ എക്സിബിഷൻ നടന്നു. 1 മണിക്കൂർ കൊണ്ട് പെയിന്റിംഗ് മുഴുവൻ വിറ്റു. 14ാമത്തെ വയസ്സിൽ ആദർശ് അൽഫോൺസ് ഇന്ത്യയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ഇൻകം ടാക്സുകാരനായപ്പോൾ, താങ്ക് യു. എല്ലാ പത്രങ്ങളും ടെലിവിഷൻ കുട്ടികൾക്ക് ഒരു ജീനിയസ് ഇന്ത്യയിൽ തിരിച്ചിരിക്കുന്നു. 3 വർഷം മുമ്പ് ഒരു പ്രശസ്തമായ ക്രിസ്ത്യൻ സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഇവൻ മണ്ടനാണെന്ന് പറഞ്ഞ് സ്കൂളിൽ ഇറക്കി വിട്ടതാ. മക്കളെ, ഇവൻ മണ്ടനാണോ, ഇവൻ ജീനിയസ് ആണോ? വാട്ട് ഈസ് ഹി? നോ, ഹി ജസ്റ്റ് ലൈക്ക് ഓൾ ഓഫ് യു. നിങ്ങളെ പോലെ ഒരു സാധാരണ കുട്ടി. വ്യത്യാസം എന്താണെന്നറിയോ? വ്യത്യസ്തമായ ഒരു അപ്പനും അമ്മയും അതിന് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു പ്രിൻസിപ്പലും ഉണ്ടായിരുന്നുകൊണ്ട് ഇവരെ ഇവന്റേതായ സ്വപ്നം കാണാൻ അനുവദിച്ചുകൊണ്ട് മാറ്റം വരുത്തിയത് മാത്രം. പ്രിയപ്പെട്ടവരെ, 12ാമത്തെ വയസ്സിൽ നാഷണൽ ഗാലറിയിൽ എക്സിബിഷൻ നടത്തിയ ചെറുപ്പക്കാരനായി. 13ാമത്തെ വയസ്സിൽ ഇവൻ ആഗോള എക്സിബിഷൻ ഇന്ത്യ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹി, ലണ്ടൻ, ന്യൂയോർക്ക്, വാഷിംഗ്ടൺ. ലണ്ടനിൽ വെച്ച് ഒരു പെയിന്റിംഗ് വിറ്റ് എത്ര രൂപയ്ക്കാണല്ലോ? 13 വയസ്സുകാരനെ ലണ്ടൻ വെച്ച് 5 ലക്ഷം രൂപ. 14ാമത്തെ വയസ്സിൽ ജോൺ പോൾ രണ്ടാമത് മാർപ്പാപ്പ ഡൽഹി വന്നപ്പോൾ വറ്റിക്കാനിൽ കമ്മീഷൻ ചെയ്ത് 14 വയസ്സുകാരനെയാണ് പോപ്പിന്റെ കുർബാനയുടെ ബാക്കിനോട് വരച്ചു. 25 അടി വീതി 25 അടി നീളമുള്ള പെയിന്റിങ്. 17ാമത്തെ വയസ്സിൽ എന്നോട് പറഞ്ഞ ദിവസം 12ാം ക്ലാസ് കഴിഞ്ഞുകൊണ്ട് പരീക്ഷയുടെ മുമ്പ്, അപ്പൊ ഞാൻ പോവാം. ഞാനവിടെ പോയത് ഞങ്ങൾ ഡൽഹിയിലാണ്. ഞങ്ങൾക്ക് മോണോപ്ലീസിൽ പോവാണ്. ഞാൻ ചോദിച്ചോടെ പോവാ. അമേരിക്കയ്ക്ക് പോയി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടി. തന്നെ അപേക്ഷിച്ച് അമേരിക്ക ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടി. സ്കൂൾ കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് പോയി. അവിടുന്ന് ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് 23ാമത്തെ വയസ്സിൽ അമേരിക്കയിലെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ ഹെഡ് ഡിപ്പാർട്ട്മെന്റായി. 23ാമത്തെ വയസ്സിൽ. പക്ഷെ അവിടെ അവസാനിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവൻ എന്നോട് പറഞ്ഞു, അപ്പ ഞാൻ എന്ത് ചെയ്യുക? 23ാമത്തെ വയസ്സിൽ ഒരു യൂണിവേഴ്സിറ്റി ഹെഡ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് 25ാമത്തെ വയസ്സിൽ രാജിവെച്ചു. സോഷ്യൽ വർക്ക് തുടങ്ങി. ന്യൂയോർക്കിലെ പാവപ്പെട്ട കുട്ടികളെ ആണ്ട് പഠിപ്പിക്കുക. Teaching the poor children. He says, I have no right to be sitting in this chair when so many poor children have no education. Then തിരിച്ചു. ഒരു ഫൗണ്ടേഷൻ തുടങ്ങി, പ്രോജക്ട് ആർട്ട്. ഇപ്പൊ 11 സ്കൂളുണ്ട് ന്യൂയോർക്ക് സിറ്റിയിൽ. ഈ പാവപ്പെട്ടവരെ കലപഠിക്കുന്ന സ്കൂള്. അവന് വലിയ ശമ്പളം കിട്ടിയെന്ന് അവന് വലിയ ശമ്പളമൊന്നുമില്ല. കഷ്ടിച്ച് ജീവിക്കുന്നത് മാത്രമേ ഉള്ളൂ. പല കാഴ്ചപ്പാടില് അവനൊരു ഫെയിലിയർ. പക്ഷെ കഴിഞ്ഞ വർഷം ന്യൂയോർക്ക് സിറ്റി ഇവനെ ന്യൂയോർക്കർ ഓഫ് ദ വീക്ക് ആയിട്ട് തെരഞ്ഞെടുത്തു. ഫസ്റ്റ് ഇന്ത്യൻ ടു ബിക്കം ദ ന്യൂയോർക്കർ ഓഫ് ദ വീക്ക് ആയിട്ട് തെരഞ്ഞെടുത്തു. നിങ്ങൾ ഗൂഗിളിൽ നോക്കട്ടെ, പേര് ആദർശ് അൽഫോൺസ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾ നോക്കട്ടെ. ഞാൻ രാഷ്ട്രീയക്കാരല്ല, കള്ളം പറയാറില്ല. പ്ലീസ് വാങ്ങാറുണ്ട് ആദർശ് അൽഫോൺസ്. ഓക്കെ, കഴിഞ്ഞ വർഷം അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തരായ 10 ചെറുപ്പക്കാരുടെ ലിസ്റ്റിൽ ആദർശില്ല. പ്രിയപ്പെട്ടവരെ, ഗോ ഫൈൻഡ് മീനിങ് ഇൻ യുവർ ലൈഫ്. അതിൽ ഏറ്റവും വലിയ ചാൻസ് കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ ഈ സിവിൽ സർവീസ്. അതിനെപ്പറ്റിയൊക്കെ ഇവർ കൂടുതൽ സംസാരിക്കും. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ നടത്താം. പക്ഷേ ഈ ട്യൂഷനും കുറെ സാധനമാരെ പഠിപ്പിക്കുന്ന കുറെ ഫോർമുലയെ പഠിച്ചാലൊന്നും ആവില്ല. ലോകത്തിൽ നടക്കുന്നു, കേരളത്തിൽ നടക്കുന്നു എന്നറിയണം. അതറിയണമെങ്കിൽ 3 കാര്യം ചെയ്യണം. നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരിക്കണം. ചുമ്മാ സിനിമാ നടികളുടെ, സിനിമാ നടന്മാരുടെ പ്രേമങ്ങൾ ചർച്ച ചെയ്യുന്ന വരികയല്ല. ഫേസ്ബുക്കില് അങ്ങനെ കഷക്കിസ്ഥാനില് കുറെ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഉള്ളതല്ല. നിങ്ങളുടെ സ്കൂളിൽ 10,000 കുട്ടികളുള്ള ആ കുട്ടികളോട് സംസാരിക്കുകയല്ല. വൈകുന്നേരം 3 മണിക്കൂർ ഫേസ്ബുക്കിൽ ഇരുന്ന് മംഗളൂരിയിൽ എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. 3 മണിക്കൂർ. സോറി, യു വിൽ നോട്ട് സക്സീഡ്. നിങ്ങൾ ഫേസ്ബുക്കിൽ പോകണം. ഞാൻ ഫേസ്ബുക്കിലുണ്ട്. നെറ്റിൽ പോകണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കണം. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാ, അറിവിന് വേണ്ടി, മാറ്റങ്ങൾക്ക് വേണ്ടി. നിങ്ങളുടെ ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം. അതായത് ചപ്പോ ആൾക്കാരോട് ഫ്രണ്ട്സ് ഉണ്ടാക്കരുത്. ചുമ്മാ സിനിമാ നടികള് അവരെ പറ്റി സംസാരിക്കുന്ന, വെറും രാഷ്ട്രീയമാണെന്ന് സംസാരിക്കുന്ന ആൾക്കാരോട് ഫ്രണ്ട്സ് ഉണ്ടാക്കരുത്. 2-3 ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, പത്രങ്ങൾ വായിക്കണം. പത്രത്തിൽ ചപ്പു വാർത്തയല്ല, ലീഡ് ആർട്ടിക്കിൾ വായിക്കണം, എഡിറ്റോറിയൽ വായിക്കണം. എന്നിട്ട് നിങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അതിനെപ്പറ്റി നിങ്ങൾ യു ഷുഡ് റൈറ്റ്. ദിസ് ഈസ് ഹൗ യു ബിക്കം സംബഡി ഹു യൂസസ് ബ്രെയിൻ. ബുദ്ധിയുള്ളവരായി ഉപയോഗിക്കുന്നത്.
കുറച്ച് വർഷം മുമ്പ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ +2 ഒന്നാം റാങ്ക് കിട്ടിയ പെൺകുട്ടി അനുഭവിക്കുന്ന സമ്മേളനത്തിന് ഞാൻ പങ്കെടുത്തു. ഞാൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. BJP ഹാളില് മുഖ്യമന്ത്രിയോട് നടന്ന സമ്മേളനമൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ കുട്ടിയോട് ചോദിച്ചു, മോളെ നീ കേരളത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കുട്ടിയാണല്ലോ, ഒരു ലളിതമായ ചോദ്യം, നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പോവാ? സിമ്പിൾ ക്വസ്റ്റ്യൻ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു വിത്ത് യുവർ ലൈഫ് ചോദിച്ചു. ഈ കുട്ടി കുറേ നേരം മൗനം നിന്നിട്ട് എന്നോട് പറഞ്ഞു, സർ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയോട് ചോദിച്ചിട്ടുള്ള എന്റെ കാഴ്ചപ്പാടിൽ ഈ കുട്ടി കേരളത്തിലെ മന്ദബുദ്ധി നമ്പറാണ്, മെന്റൽ ഇറിട്ടാണ് നമ്പറാണ്. എന്തിന് ജനിച്ചു, എന്തിന് ലോകത്തിലേക്ക് വന്നു എന്നറിയാതെ എവിടുന്ന് കുറെ സാറുമാര് പറഞ്ഞു കൊടുത്ത് നോട്ടുകൾ കാണാതെ പഠിച്ച് കുറെ ട്യൂഷന് പോയി വള്ളിയും പുള്ളിയും വിടാതെ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷാ പേപ്പറിൽ ഛർദ്ദിച്ചിരുന്ന കുട്ടികള് മെഡിസിൻ എഞ്ചിനീയറിംഗ് പഠിക്കുമായിരിക്കും. മറ്റ് പ്രിയപ്പെട്ടവരെ, ഇവരുടെ ശബ്ദങ്ങളാണ്, ജീവിക്കുന്ന ശബ്ദങ്ങൾ. My dear children, learn to be different. Use your brain. Okay? Did you do that? ഇതാ നിങ്ങളുടെ മുമ്പിൽ നല്ല കുറെ റോൾ മോഡൽസ് ഇരിക്കുന്നു. അവർ സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, അൽഫോൺസ് കർണാടക അക്കാദമി തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ചിന്തിപ്പിക്കാൻ കഴിയുക. സ്റ്റാർട്ട് തിങ്കിങ്, സ്റ്റാർട്ട് ഡ്രീമിങ്. സ്വപ്നം കാണുമ്പോൾ ഉറുമ്പുകളെ പോലുള്ള സ്വപ്നം കാണുന്നത്, ഈ ആനയെ പോലുള്ള വലിയ സ്വപ്നങ്ങൾ കാണുക. ഈ ഒരു മന്ദബുദ്ധിയായിരുന്ന, ഏകദേശം മന്ദബുദ്ധിയായിരുന്ന, സ്കൂളിൽ ഏറ്റവും മോശം പഠനക്കാരനായ ഞാൻ ഒരു ഗ്രാമത്തിൽ നിന്ന് 40% എനിക്ക് IAC ഒരു ടോപ്പറാകാൻ പറ്റിയെങ്കിൽ, വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റിയെങ്കിൽ, രാജസ്ഥാനിൽ നിന്ന് വന്ന ഋഷാൽ സിംഗിന് കേരളത്തിലെ ഏറ്റവും വലിയ ഹീറോ ആകാൻ പറ്റിയെങ്കിൽ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈ കളക്ടർക്കും ഈ BJPക്കും ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് ധാരാളം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ആ ഒരു ദൃഢനിശ്ചയമായിട്ട് ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. Thank you, sir.